പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദു. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 182 വചനത്തിൻ്റെ തഫ്സീറിൽ പ്രസ്തുത വചനത്തിലെ പ്രയോഗങ്ങളെയാണ് പഠിച്ച് മനസ്സിലാക്കുകയുണ്ടായത്. വസിയ്യത്ത് ചെയ്യുന്നവനിൽ നിന്ന് വല്ല അന്യായവും അക്രമവും ഉണ്ടായാൽ, അന്യായം അത് സ്വബോധത്തോടു കൂടിയാണെങ്കിലും അതല്ല അബദ്ധവശാലാണെങ്കിലും, ഈ അന്യായം ബോധ്യപ്പെട്ട വ്യക്തി ഇവർക്കിടയിൽ ഒത്തുതീർപ്പും രഞ്ജിപ്പും ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ മാർഗേണ വസിയ്യത്തിൽ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുകയാണ് എങ്കിൽ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി, അങ്ങനെ ചെയ്യുന്നവന് യാതൊരു കുറ്റമോ ആക്ഷേപമോ പാപമോ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞു വച്ചത്. ഹമ്മല ഇബ്നു ഹിദിയം ഇബ്നു ഹനീഫ എന്നിവരുടെ ഒരു ചരിത്രം ആ വിഷയത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. വസിയ്യത്തിൽ അന്യായം അത് നിഷിദ്ധമാണ്, ഗൗരവപ്പെട്ട വിഷയവുമാണ്. ജനഫ്, ഇസ്ം എന്ന പ്രയോഗം, അതിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാറഖുത്നി അവിടുത്തെ സുനനിൽ, അതേപോലെ തഫ്സീറുകളിൽ തബരിയും ഇബ്നു അബി ഹാത്തിമും മറ്റുമൊക്കെ നിവേദനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ഖൈർ 70 സന. ഒരു വ്യക്തി നല്ലത് ചെയ്യുന്നവരുടെ ചെയ്തി 70 വർഷം അനുഷ്ഠിക്കും. ഫൈദ ഔസ ഹാഫ ഫി വസിയ്യത്തി, 70 വർഷം ജീവിച്ച് നന്മ ചെയ്തിട്ട് അയാൾ വസിയ്യത്ത് ചെയ്യുമ്പോൾ ആ വസിയ്യത്തിൽ ഹാഫ എന്ന് പറഞ്ഞാൽ പക്ഷപാതം കാണിക്കുന്നു, അന്യായം കാണിക്കുന്നു. ഫയുഖ്തമു ലഹു ബിശർരി അമലിഹി ഫയദ്ഖുലുന്നാർ, ആ തെറ്റായ വസിയ്യത്തിലൂടെ, അന്യായ വസിയ്യത്തിലൂടെ അയാൾ തൻ്റെ 70 വർഷത്തെ അമലുകൾ അവസാനിപ്പിക്കുന്നത് ഏറ്റവും മോശമായ അമലെടുത്താണ്. അതിനാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും. വ ഇന്ന റജുല ലയഅമലു ശർറ 70 സന, എന്നാൽ മറ്റൊരാൾ 70 വർഷം അയാളുടേത് തിന്മകളാണ്. പക്ഷേ ഫയഅദിലു ഫി വസിയ്യത്തിഹി, 70 വർഷത്തിനപ്പുറം അയാൾ തൻ്റെ വസിയ്യത്തിൽ നീതി പുലർത്തുന്നു. ഫയുഖ്തമു ലഹു ബിഖൈരിൻ, അതോടുകൂടി അയാൾക്ക് നന്മയുടെ പര്യവസാനം ലഭിക്കുന്നു. ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്നിട്ട് സുമ്മ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഖ്റഉ ഇൻ ശിഅ്തും, ആയത്ത് ഓതി കൊടുത്തു. ഏതായത്ത്? തിൽക ഹുദൂദുല്ലാഹ് എന്ന് തുടങ്ങി സൂറത്തുൻ നിസായിലെ 13-14 വചനങ്ങൾ. തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ എന്നീ 2 ആയത്തുകൾ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവർക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവർക്ക് സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിക്കുന്ന, അള്ളാഹുവേയും തിരുദൂതരെയും ധിക്കരിക്കുന്നവർക്ക് നരകശിക്ഷയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്ന, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടെന്ന് അറിയിക്കുന്ന 2 ആയത്തുകൾ. അതും തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങളാണ്, അതിർവരമ്പുകളാണ് എന്ന തുടക്കത്തിൽ ഉള്ള വചനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു എന്നാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയം. 70 വർഷം നന്മ ചെയ്ത് വസിയ്യത്തിൽ അന്യായം കാണിച്ച് നരകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ, അവനെക്കുറിച്ചാണ് പറയുന്നത്. 70 വർഷം തിന്മ ചെയ്ത് വസിയ്യത്തിൽ നീതി പുലർത്തി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ, അവനെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുന്നത്. വസിയ്യത്തിൽ അക്രമം അത് ഏറെ കഠിനം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിഷയത്തിലുള്ള രോഷപ്രകടനം, ദേഷ്യം, അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുകയുണ്ടായല്ലോ. നമ്മുടെ ഈ ആയത്തിൽ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി എന്നാണ്. വസിയത്തിൻ്റെ
ഉപഭോക്താക്കൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കി, രഞ്ജിപ്പുണ്ടാക്കി, ഇസ്ലാഹ് ഉണ്ടാക്കി, അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ലാ ഇസ്മ അലൈഹി എന്നാണ്. ഫലാ ഇസ്മ അലൈഹി, യാതൊരു ഇസ്മും ഇല്ല എന്നാണ്. കുറ്റമോ പ്രയാസമോ ആക്ഷേപമോ ഒന്നുമില്ല. ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്ലാഹുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ജഅലു ഷൈഇ സലാഹൻ, ഒരു വസ്തുവിനെ കുറ്റമറ്റതാക്കുക, നേരാക്കുക, ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദീനിൽ ഏറെ ശ്രദ്ധേയമായ, ഏറെ മേന്മയുള്ള ഒരു മസ്അലയാണ് സുൽഹ്. സുൽഹുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളും വിഷയങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായമായി കിതാബ് സുൽഹ് എന്ന പേരിൽ വിശ്രുതമാണ്. ഇവിടെ ഫഅസ്ലഹ ബൈനഹും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അംർ ബിൻ ഔഫ് അൽ മുസനിയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ അസുൽഹു ജായിസും ബൈനൽ മുസ്ലിമീൻ ഇല്ലാ സുൽഹൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ സുൽഹ് അഥവാ ഒത്തുതീർപ്പുണ്ടാക്കൽ അത് അനുവദനീയമാണ്. ഹലാലിനെ ഹറാമാക്കിക്കൊണ്ടോ ഹറാമിനെ ഹലാലാക്കിക്കൊണ്ടോ ഉള്ള ഒത്തുതീർപ്പുകൾ ഒഴികെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തുതീർപ്പിൻ്റെ വിഷയത്തിൽ വിധി പ്രസ്താവിച്ചു. പല വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ സുൽഹുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം. അതിൽ ഒരു വചനമാണ് നമ്മുടെ ഈ വചനം, ഫഅസ്ലഹ ബൈനഹും. അതിലേറ്റവും ശ്രദ്ധേയമായ വചനം സൂറത്തുൽ ഹുജറാത്തിലെ 9-10 വചനങ്ങളാണ്. ഇവിടെ വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹൂ ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് ഫഇൻ ഫാഅത് ഫഅസ്ലിഹൂ ബൈനഹുമാ ബിൽഅദ്ലി വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സൂറത്തുൽ ഹുജറാത്തിലെ ഈ 9-10 വചനങ്ങൾ, അതിൽ 3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനയാണ് ഫഅസ്ലിഹൂ എന്നുള്ളത്, നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ളത്. അത് സംഘങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, സംഘടനകൾ, രാഷ്ട്രങ്ങൾ ഒക്കെ പ്രശ്നങ്ങളിലാകുമ്പോൾ ഒത്തുതീർപ്പുണ്ടാക്കുന്ന വിഷയം, അതാണ് ഈ 9-ാം വചനം അറിയിക്കുന്നത്. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹൂ ബൈനഹുമാ. സുൽഹ് ഉണ്ടാക്കാൻ പറഞ്ഞു. 2 തവണ 2 നിലക്കുള്ള സുൽഹ്, അതാണ് ഫഅസ്ലിഹൂ ബൈനഹുമാ. ഗ്രൂപ്പുകൾക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, നാടുകൾക്കിടയിൽ, ഗോത്രങ്ങൾക്കിടയിൽ മാത്രം പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ല ഒത്തുതീർപ്പും സുൽഹും ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെയോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കിടയിൽ, അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ 2 സഹോദരങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾ അത് വ്യക്തി തലങ്ങളിലാകട്ടെ, അതല്ല അതിന് ഉപരിയിൽ ഈ പറയപ്പെട്ടതുപോലെ ഗോത്രങ്ങൾ, വർഗങ്ങൾ, സംഘങ്ങൾ, സംഘടനകൾ, ആൾക്കൂട്ടങ്ങൾ, നാടുകൾ വരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുൽഹ് ഉണ്ടാക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദീനിൽ ഈ ഒരു സുൽഹിൻ്റെ മഹത്വം അത് എത്രമേൽ ആണ് എന്നാണ് ഇവിടെ ഈ ഫഅസ്ലഹ ബൈനഹും എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഉണർന്ന മറ്റൊരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ വഇൻ ഇംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ ഔ ഇറാദൻ ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ വസ്സുൽഹു ഖൈർ. ദമ്പതികൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്ന വിഷയം എന്നിട്ട് പറയുന്നത് വസ്സുൽഹു ഖൈർ, ഒത്തുതീർപ്പുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, അതാണ് ഏറ്റവും ഉത്തമമായത്, കരണീയമായത് എന്നാണ് അവിടെ പറയുന്നത്. വേറെയും ഇതേപോലെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലതാണ്. ഞാനത് ഉണർത്തിയത് ഈ ഒരു ഇസ്ലാഹിൻ്റെ മഹത്വം നമ്മുടെ ദീനിൽ, അത് ഈ പ്രയോഗം ഇവിടെ നമ്മളെ ഒന്ന് നിർത്തി ചിന്തിപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറയാണ്, അബ്ദുള്ള ഇബ്നു അബി ഹദ്റദ് അൽ അസ്ലമി അദ്ദേഹത്തിന് കടം കൊടുക്കാനുണ്ടായിരുന്നു, കടം വീട്ടാൻ. അങ്ങനെ മസ്ജിദിൽ വെച്ചാണ് കഅബ് ഇബ്നു മാലിക്
തനിക്ക് കടം തരേണ്ട അബ്ദുല്ലാഹി ഇബ്നു അബി ഹദ്റത്ത് അൽ അസ്ലമിയെ കാണുന്നത്. അപ്പോൾ കടം കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. ശബ്ദം ഉയർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലായിരുന്നു. ഇവരുടെ ശബ്ദം ഉയർന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹുജറയുടെ മസ്ജിദിലേക്കുള്ള വിരി നീക്കിയിട്ട് പറഞ്ഞു, യാ കാബ് ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് കാബ് റസൂലുള്ളാഹിൻ്റെ വിളിക്കുത്തരമേകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബിനോട് പറഞ്ഞു, ദഅ മിൻ ദൈനിക ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ആ കടത്തിൽ നിന്ന് പകുതി ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കാബ് പറഞ്ഞു, ലഖദ് ഫഅൽതു യാ റസൂലല്ലാഹ്, റസൂലേ ഞാനത് പകുതി ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബി ഹദ്റത്ത് അൽ അസ്ലമിയോട് പറഞ്ഞു, ഖും ഫഖ്ദിഹി, ഇനി അദ്ദേഹത്തിൻ്റെ കടം വീട്ടു, പകുതി വിട്ടുവീഴ്ച ചെയ്തല്ലോ, വീട്ടാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങൾ അന്യോന്യം പ്രശ്നമുണ്ടാക്കിയ ആ വിഷയത്തിൽ സുൽഹുണ്ടാക്കിയത്. കാരണം അതിൻ്റെ എത്ര ഒരു സ്ഥാനവും പ്രാധാന്യമാണ്. കാരണം അതില്ല എങ്കിൽ, ഈ പ്രശ്നങ്ങളിൽ സുൽഹിന് വേണ്ടി ശ്രമിച്ചില്ല എങ്കിൽ, സുൽഹ് നടത്തിയില്ല എങ്കിൽ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ്, ബഹളങ്ങളാണ്, കച്ചറിയാണ്, ബന്ധങ്ങൾ വിച്ഛേദിക്കലാണ്, ഉമിത്തി കണക്കെ ശത്രുത പുകഞ്ഞുകൊണ്ടിരിക്കും ബന്ധങ്ങളിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ഫഅസ്ലഹ ബൈനഹും ഫഅസ്ലിഹു ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചത്. മർവാൻ ഇബ്നുൽ ഹക്കം മദീനയുടെ ഗവർണറായിരിക്കെ ഒരിക്കൽ ഉറക്കൻ ആളുകളോട് പറയുന്നുണ്ട്, ഇൻതലിഖു ഫഅസ്ലിഹു ബൈന ഹാദൈൻ എന്ന് പറയുന്നുണ്ട്. ഇൻതലിഖു നമുക്ക് പോകാം, എന്നിട്ട് രണ്ടു പേർക്കിടയിൽ നമുക്ക് സുൽഹുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു, എവിടെ പോയിട്ട് ആർക്കിടയിൽ സുൽഹുണ്ടാക്കുന്ന ഈ പറയുന്നത് എന്ന്. അപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം സുൽഹുണ്ടാക്കുന്നത് സഈദ് ബിൻ സെയ്ദ് എന്നവർക്കും അർവ ബിന്തു ഉവൈസ് എന്ന പെണ്ണിനും ഇടയിലാണ്. അർവ ബിന്തു ഉവൈസ് സഈദ് ബിൻ സെയ്ദിനെ കുറിച്ച് ആരോപിച്ച് പറഞ്ഞു, സഈദ് ബിൻ സെയ്ദ് തൻ്റെ ഭൂമിയിൽ നിന്ന് കവർന്നെടുത്തിരിക്കുന്നു. മർവാൻ ബിൻ ഹക്കം മദീന ഗവർണറോടാണ് അവരുടെ തർക്കം പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നമായി, സംസാരമായി. അത് തീർക്കാനാണ് മർവാൻ പറയുന്നത് ഇൻതലിഖു ഫഅസ്ലിഹു ബൈന ഹാദൈൻ എന്ന് സുൽഹുണ്ടാക്കാൻ പറയുന്നത്. ആ സംഭവം വിശ്രുതാണ്. സഈദ് ഇബ്നു സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ. അദ്ദേഹം ഒരിക്കലും സ്വത്ത് കവർന്നിട്ടില്ല, അർവയുടേതൊന്നും എടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്, മൻ അഖദ ശിബ്റൻ മിനൽ അർദി ദുൽമൻ, അന്യായമായി ഒരു ചാൺ ഭൂമി കവർന്നാൽ തവഖഹു അല്ലാഹു ഇയ്യാഹു യൗമൽ ഖിയാമത്തി മിൻ സബ്ഇ അറദീൻ, അന്ത്യനാളിൽ അങ്ങനത്തെ എണ്ണം കൊണ്ട് അള്ളാഹു ഖണ്ഡാഭരണം ചാർത്തും, ശിക്ഷിക്കും എന്നുള്ള വിഷയം അത് അദ്ദേഹം പറയും ചെയ്തു. സഈദ് ഇബ്നു സെയ്ദ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ അവരുടേത് കവർന്നെടുക്കുകയോ എന്ന്. അതൊരു ചരിത്ര സംഭവമാണ്, വലിയ സംഭവമാണ്. ഏതായാലും ഈ അർവയുടെയും സഈദ് ഇബ്നു സെയ്ദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുള്ള ഈ പ്രശ്നമുണ്ടായപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം ഇൻതലിഖു ഫഅസ്ലിഹു ബൈന ഹാദൈൻ എന്ന് പ്രഖ്യാപിച്ചത്. നമ്മുടെ ദീനിൽ പ്രശ്നക്കാർക്കിടയിൽ സുൽഹ് അത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും കൽപ്പിക്കപ്പെട്ടതും നിർവഹിക്കപ്പെടേണ്ടതുമായ ഒരു മഹൽ സംഭവമാണ്, സംരംഭമാണ്. അത് ഈ പ്രയോഗം അറിയിക്കുന്നു, ഫഅസ്ലഹ ബൈനഹും എന്നുള്ള പ്രയോഗം, സുൽഹിൻ്റെ ഒരു മഹത്വം. ഏതായാലും സുൽഹുണ്ടാക്കുന്നവൻ അവന് യാതൊരു കുറ്റവുമില്ല. അവൻ വസിയ്യത്തിൽ മാറ്റം വരുത്തിയാലും തിരുത്തൽ നടത്തിയാലും എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ വസിയ്യത്ത് അന്യായവും അക്രമവും കലർന്ന വസിയ്യത്താണ് എങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണ കനിയുന്നവനുമാണ്. ഇവിടെ ഇന്ന നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തൗക്കീദിനും തഅലീലിനുമാണ്. കാരണം എന്നർത്ഥം ദ്യോതിപ്പിക്കലാണ് തഅലീൽ. തൗക്കീദ് തീർച്ചയായും എന്നർത്ഥം തരാനാണ്. ഇവിടെ തൗക്കീദും തഅലീലും ഉദ്ദേശമാണ്. തീർച്ചയായും അള്ളാഹു, കാരണം അള്ളാഹു ഗഫൂറിൻ ഏറെ പൊറുക്കുന്നവനാണ്. ആർക്ക് ഏറെ പൊറുക്കും?
കരുണ കനിയുന്നവനാണ്. ആർക്ക്? വസിയ്യത്തിൽ ഒരാളിൽ നിന്ന് വല്ല അന്യായവും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. ആ അന്യായം അയാൾ തിരുത്താൻ സമ്മതിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കനിവും കാരുണ്യവും അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ വസിയ്യത്തിൽ തിരുത്തൽ പാടുള്ളതല്ല. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചു. പക്ഷേ ഇവിടെ വസിയ്യത്ത് കേട്ട വ്യക്തി, വസിയ്യത്ത് അറിഞ്ഞ വ്യക്തി അന്യായവും അക്രമവും ബോധപൂർവമോ അല്ലാതെയുള്ള വീഴ്ചയും തെറ്റും ബോധ്യപ്പെട്ടതിന് ശേഷം ആ വസിയ്യത്തിൽ തിരുത്തുകയാണ്. അപ്പോൾ അയാൾ തിരുത്തുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്ന വിഷയമാണത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുന്ന വിഷയം കൂടിയാണ്. കാരണം തെറ്റാണ് തിരുത്തുന്നത്, അക്രമമാണ് പരിഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിഹരിക്കുന്നവൻ മുസ്ലിഹ്, ഇസ്ലാഹ് ഉണ്ടാക്കിയവൻ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് പാത്രീഭൂതനാകും. അള്ളാഹുവിൻ്റെ മർഹമത്ത്, കാരുണ്യം, അതിനും പാത്രീഭൂതനാകും എന്നൊക്കെ ഇവിടെ നമുക്ക് അതിൻ്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും തഫ്സീറുകൾ വായിക്കുമ്പോൾ. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം നമ്മളിവിടെ പഠിച്ചു പോയതാണ്. ഗഫൂർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ പെട്ട നാമമാണ്. റഹീമും എന്നതും അപ്രകാരം. രണ്ടും ഗഫൂറുൻ എന്നതും റഹീമും എന്നതും കം, അതേപോലെ കൈഫ്, ഒരാളുടെ വീഴ്ച അതെങ്ങനെയുള്ളതാണെങ്കിലും അതാണ് കൈഫ്. കം എന്ന് പറഞ്ഞാൽ അത് എത്ര എണ്ണമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെയും പൊറുക്കുന്നവൻ എന്നാണ് ഗഫൂർ അർത്ഥമാക്കുന്നത്. ഒപ്പം അള്ളാഹു റഹീം, കരുണ നിറഞ്ഞ് കരുണ കനിയുന്നവനുമാണ് എന്നുള്ളതാണ്. അതേപോലെ വീഴ്ച വന്നവരുടെ എണ്ണം, ആളുകളുടെ എണ്ണം എത്രയാണെങ്കിലും അവർക്കൊക്കെ പൊറുക്കുന്നവൻ, അവരോടൊക്കെ കരുണ കാണിക്കുന്നവൻ. ഇതും ഈ അഗാധാർത്ഥ പ്രയോഗം ഗഫൂറുൻ റഹീമും എന്ന അസീഗത്തുൽ മുബാലഗ അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്ന വിഷയമാണ്. വചനങ്ങൾ ഇങ്ങനെ, ഇതിപ്പോൾ വസിയ്യത്തിൽ വീഴ്ച പറ്റിയ വിഷയമാണ് പറയുന്നത്, എന്നിട്ട് അത് പരിഹരിക്കുന്ന, അതിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്ന വിഷയമാണ് പറയുന്നത്. വസിയ്യത്തിൽ ഒരാളിൽ നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അവർക്കും അള്ളാഹുവിൽ ഇച്ഛാഭംഗപ്പെട്ട് നിരാശപ്പെട്ട് ഞാൻ നശിച്ചു, ഞാൻ തുലഞ്ഞു എന്ന രീതിയിൽ മാറേണ്ട ഒരു അവസ്ഥ അല്ല. പിന്നെയോ ഏവർക്കും പ്രതീക്ഷിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എത്രമാത്രം വീഴ്ച വന്നാലും നാഥനോട് കരഞ്ഞാൽ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികൾ കുറച്ച് പേർ ഇരിക്കവേ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. സഹാബികൾ ചിരിക്കുകയും സംസാരിക്കുകയുമായിരുന്നു. രസിച്ച് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ. അള്ളാഹുവാണ് സത്യം, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു തീർച്ച എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. അതോടുകൂടി ആ പ്രയോഗം കേട്ട സഹാബികൾ കരഞ്ഞുപോയി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടൻ വഹി ഇറക്കി. എന്താ പറഞ്ഞത്? യാ മുഹമ്മദ് ലിമ തുഖന്നിതു ഇബാദി. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്തിനാണ് എൻ്റെ ദാസന്മാരെ നിരാശപ്പെടുത്തുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആളുകളിലേക്ക് മടങ്ങി ചെന്നിട്ട് പറഞ്ഞു, അബ്ശിറു വസദ്ദിദു വഖാരിബു എന്ന്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുക, വസദ്ദിദു, കഴിയുന്നിടത്തോളം ശരി പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, വഖാരിബു, നിങ്ങൾ മിതത്വം പുലർത്തുക, പറ്റേ ആഹ്ലാദ ചിത്തരായി സന്തോഷ പുളകിതരായിട്ട് പരിണമിക്കാതെ തീർത്തും ദുഃഖഭരിതരായി വിഷണ്ണരായി വിഷമിക്കുന്നവരായി മാറാതെ നിങ്ങൾ ഒരു മിതത്വ ഭാവം പുലർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് തിരുത്തി പറഞ്ഞു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ എപ്പോഴും പ്രതീക്ഷ പകരണം, പ്രത്യാശ ജനിപ്പിക്കണം എന്നുള്ളതാണ് ഇതുപോലത്തെ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന പ്രയോഗങ്ങൾ. പ്രത്യേകിച്ച് അത് ആളുകളിൽ നിന്ന് വന്ന ഒരു വീഴ്ചയെ, തിന്മയെ പ്രതിപാദിച്ചതിന് ശേഷം പറയുമ്പോൾ അവിടങ്ങളിൽ ഇത്തരം പ്രയോഗം നടത്തിയതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവൻ, ഏറെ
കരുണയും കനിവും കാണിക്കുന്നവൻ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു മഹൽ ഗുണമായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിക്കാൻ പറഞ്ഞല്ലോ. അല്ലിംനി ദുആൻ അദൂ ബിഹി ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിച്ചു തരൂ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ അതിതാണ്. നമുക്കൊക്കെ പഠിക്കാൻ ചൊല്ലാൻ ഗംഭീരമായ മഹനീയമായ ദുആ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ധാരാളം തെറ്റുകൾ ചെയ്തു, തെറ്റുകൾ പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് നീ എനിക്ക് കനിയണമേ, വർഹംനി നീ എന്നോട് കരുണ കാണിക്കണമേ, ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന പ്രത്യാശ പുലർത്തുന്നതായ ഇത്തരം ദീനിൻ്റെ ആദർശം അത് നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണെന്ന് ഇവിടെ ഈ ആയത്ത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഉണർത്തുകയാണ്. ഇവിടെ ഒരു അനുബന്ധ മസ്അല ഉണർത്താനുണ്ട്. നമ്മൾ പഠിച്ച ഈ 3 ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ 150, 181, 82 ആയത്തുകൾ അത് വസിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളാണ്. വസിയ്യത്ത് വിശിഷ്യ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വസിയ്യത്തുൻ മാലിയ, സ്വത്തിലുള്ളതായ സാമ്പത്തികമായ വസിയ്യത്ത്, അത് പലപ്പോഴും നിർവഹിക്കപ്പെടൽ മരണത്തോടടുക്കുന്ന നാളുകളിലാണ്. പ്രത്യേകിച്ച് മരണത്തിൻ്റെ നമ്മൾ പറഞ്ഞതുപോലെ അമാറാത്ത്, അലാമാത്ത്, മുഖദ്ദിമാത്ത്, അസ്ബാബ്, കാരണങ്ങളും ലക്ഷണങ്ങളൊക്കെ വെളിപ്പെടുന്ന സമയത്താണ് വസിയ്യത്തിനെ കുറിച്ചുള്ള ആലോചന വരെ. ജീവിതാവസാന നാളുകളിൽ ഒരു വ്യക്തി തൻ്റെ ദാനവായ്പകൾ അതിങ്ങനെ ജീവിതാവസാനം വസിയ്യത്താക്കി നൽകാൻ പിന്തിപ്പിക്കലാണോ, അതല്ല അതിനു മുമ്പേ തനിക്കായി ദാനധർമ്മങ്ങൾ നിർവഹിക്കലാണോ ഏറ്റവും ഉത്തമം? വസിയ്യത്ത് നിർവഹിക്കുന്നത് പുണ്യമാണ്, അലിഷ്കാലൊന്നുമില്ല. പക്ഷേ ഏതാണ് ഉത്തമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞത് സൂറത്തുൽ മആരിജിലെ ഫമാലില്ലദീന കഫറു ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനി ശിമാലി ഉസീൻ അയത്മഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം കല്ലാ ഇന്നാ ഖലഖനാഹും മിമ്മാ യഅലമൂൻ എന്നീ ആയത്തുകൾ അവിടുന്ന് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈക്കുമ്പിളിലേക്ക് ഇങ്ങനെ തുപ്പി എന്നാണ് ബുസ്ർ ഇബ്നു ജഹാഷ് അൽ ഖുറശി നിവേദനം ചെയ്യുന്നതാണ് ഈ സംഭവം. ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് സംഭവം സഹിഹാണ്. ഈ ആയത്തുകൾ ഓതിയിട്ട് റസൂൽ തൻ്റെ കൈക്കുമ്പിളിൽ തുപ്പിയിട്ട് പിന്നീട് പറഞ്ഞു, യഖൂലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യബ്ന ആദം അന്നാ തുഅ്ജിസുനി വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, മനുഷ്യ നീ എങ്ങനെ എന്നെ തോൽപ്പിക്കാനാണ്, നീ ആരാണ്, ഇതുപോലത്തതിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ തുപ്പുനീരിനെ അത് പുറത്തേക്ക് തുപ്പിയിട്ടുണ്ട് എങ്കിൽ വർജ്യമായി കാണും. അതേപോലെ വർജ്യമായ ഒരു ബീജത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, അങ്ങനെയുള്ള നീ എന്നെ എങ്ങനെ തോൽപ്പിക്കാനാണ് എന്ന് മനുഷ്യനോട് അള്ളാഹു പറയുമെന്നാണ്. തീർന്നില്ല. ഹത്താ ഇദാ സവ്വൈതുക വഅദൽതുക മശൈത ബൈന ബുർദതൈൻ, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ശരിപ്പെടുത്തി, നേരാവിധം നിന്നെ നിവർത്തി, എന്നിട്ട് 2 ഉടയാടകൾ ധരിച്ച് അതിനിടയിൽ നീ നടക്കുകയും വലിൽ അർളി മിൻക വഈദുൻ, നീ ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ നീ ഭൂമിക്ക് ഒരു ഭാരമാണ്, ആ രീതിയിലാണ് നീ നടക്കുന്നത്. ഫജമഅത വമനഅത, നീ സ്വത്തുകൾ സ്വരൂപിക്കുന്നത് ആർക്കും നൽകാതെ നീ നിനക്കായി പിടിച്ചു വെക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഹത്താ ഇദാ ബലഗത് നഫ്സുക തറാഖിയ, നിൻ്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്ന അവസ്ഥയായാൽ ഖുൽത, അപ്പം നീ പറയും, അതസദ്ദഖ്, ഞാൻ സദഖ ചെയ്യാൻ പോവുകയാണ്, ഞാൻ സദഖ ചെയ്യുന്നു എന്ന്. വ അന്ന അവാനു സദഖ, സദഖ നിർവഹിക്കുവാനുള്ള സമയം അത് എങ്ങനെയാണ് ഈ സമയമാവുക എന്ന് അള്ളാഹു പറയും എന്നാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഒരു അവതരണം, ഈ ഒരു ചിത്രീകരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രയോഗങ്ങൾ
തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്ന സമയമായിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ സദക്ക ചെയ്യുന്നു, വസിയ്യത്ത് നൽകുന്നു എന്നൊക്കെയാണ് മനുഷ്യൻ പറയുന്നത്. അതാണോ സദക്കയുടെ സമയം എന്ന നിലക്കാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ എപ്പോഴും സദക്ക അത് പിന്തിപ്പിക്കുക എന്നുള്ളത്, വസിയ്യത്തായി എഴുതാൻ പിന്തിപ്പിക്കുക എന്നുള്ളത് അതല്ലേ വേണ്ടത് എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് നബ്ബിഇനി അയ്യു സദഖത്തി അഅളമു അജ്റൻ, തിരുദൂതരെ പറഞ്ഞു തന്നാലും ഏത് സദഖയാണ് ഏറ്റവും മഹനീയമായ കൂലിക്ക് അനുയോജ്യമായത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമാ വ അബീക് ലതുനബ്ബഅൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിൽ ആണയിട്ട് നിനക്കതിൽ വിവരം ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ആ പ്രയോഗം അർത്ഥമാക്കുന്നത്. എന്നിട്ട് പറയാണ് അൻത തസദ്ദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ, നീ ആരോഗ്യവാനായിരിക്കെ, പണം നിനക്ക് വേണമെന്ന നിലക്ക് ഒരു സ്വാർത്ഥതയുടെ മനസ്സുണ്ടായിരിക്കെ നീ സദക്ക ചെയ്യലാണ് ഏറ്റവും പ്രതിഫലാർഹമായ സദക്ക എന്ന് പറഞ്ഞു. വ അൻത സഹീഹുൻ ഹരീസുൻ എന്ന പ്രയോഗം കാണാം. നീ ആരോഗ്യവാനാണ്, ഹരീസ് പണത്തിന് തീറെയുള്ളവനാണ്, ആ സമയത്ത് നീ സദക്ക ചെയ്യലാണ് എന്ന് പ്രയോഗം കാണാം. തഖ്ശൽ ഫഖ്റ വ തഅ്മുലുൽ ഗിന, ദാരിദ്ര്യം നീ ഭയക്കുകയും ഐശ്വര്യം നീ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സമയം സദക്ക ചെയ്യലാണ് എന്ന പ്രയോഗം കാണാം. തഖ്ശൽ ഫഖ്റ വ തഅ്മുലുൽ ബഖാ, ദാരിദ്ര്യം നീ ഭയക്കുകയും ഇവിടെ ശേഷിക്കണമെന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നീ സദക്ക ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അതേപോലെ വ തഅ്മുലുൽ ഐഷ്, ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കുന്ന സമയം ദാനം ചെയ്യലാണെന്ന് പറഞ്ഞ പ്രയോഗങ്ങൾ കാണാം. എന്നിട്ട് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വേറെ വേറെ പ്രയോഗങ്ങൾ. ആ വ്യക്തിയോട് റസൂൽ പറഞ്ഞത് വലാ തുംഹിൽ, അതുകൊണ്ടൊരിക്കലും നീ പിന്തിപ്പിക്കരുത്, ദാനധർമ്മം ചെയ്യുന്നതിനെ പിന്തിപ്പിക്കരുത്. ഹത്താ ഇദാ ബലഗത് നഫ്സുകൽ ഹുൽഖൂം, എത്രത്തോളം നിൻ്റെ ആത്മാവ് നിൻ്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ അപ്പോൾ കുൽത്ത നീ പറയും മാലി ലി ഫുലാൻ വമാലി ലി ഫുലാൻ, എൻ്റെ സ്വത്ത് അത് ഇന്ന ആൾക്കുള്ളതാണ്, എൻ്റെ ഈ സ്വത്ത് ഇന്ന ആൾക്കുള്ളതാണ്. അപ്പോഴാണ് വസിയ്യത്ത് ഇന്നയാൾക്ക് ഇന്നയാൾക്ക്. ഇഫ്രാസുൽ മതങ്ങൾ എന്താ പറഞ്ഞറിയോ? അല വഹുവ ലഹും വ ഇൻ കരിഹ്ത്, മനസ്സിലാക്കിക്കോ, വഹുവ ലഹും, നിൻ്റെ സ്വത്ത് അവർക്കൊക്കെ ഉള്ളത് തന്നെയാണ്. വ ഇൻ കരിഹ്ത്, നീ അനിഷ്ടമുള്ളവനായാലും ശരി. കാരണം എന്താ, നീ പോവുകയാണ്, മരിക്കുകയാണ്, സ്വത്ത് ശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ കൊടുത്താലും ഇല്ലെങ്കിലും സ്വത്തൊക്കെ അവർക്ക് പോകണത് തന്നെയാണ്, അത് നിനക്ക് അനിഷ്ടമാണെങ്കിലും ശരി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സഹീഹാകുമ്പോൾ സഹീഹാകുമ്പോൾ ഹരീസാകുമ്പോൾ തഖ്ശൽ ഫഖർ വ തഅ്മുലുൽ ഗിന, തഖ്ശൽ ഫഖർ വ തഅ്മുലുൽ ബഖാ വ തഅ്മുലുൽ ഐഷ്, അപ്പോൾ സദക്ക ചെയ്തോ എന്നാണ്. വല തുംഹിൽ, വൈകിപ്പിക്കരുത്. ഇതുപോലത്തെ പ്രയോഗങ്ങൾ, സംഭവങ്ങൾ അതിന് മുഖവിലക്കെടുത്ത് പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വസിയ്യത്ത് ഇസ്ലാമിൽ പറഞ്ഞതാണ്, നിയമമാക്കപ്പെട്ടതാണ്, നിർബന്ധമാക്കപ്പെട്ടതാണ്. വസിയ്യത്തിലൂടെ സ്വത്ത് ദാനവായ്പ് അത് ദീനിൽ പുണ്യമാണ്. പക്ഷേ എപ്പോഴും ഈ ദാനധർമ്മം അത് മരണത്തോടടുത്ത നാളുകളിലേക്ക് വൈകിപ്പിക്കാതെ അതിനു മുന്നേ ദാനധർമ്മം ചെയ്തിടുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതവും ഉത്തമവും കരണീയവും എന്നാണ് പ്രാമാണികർ ഈ വിഷയത്തിൽ ഉണർത്തുന്നത്. നമ്മൾ ഈ 3 വചനങ്ങളിൽ വസിയ്യത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളാണ് കുറേ പഠിച്ചു വന്നത്. വസിയ്യത്തിൻ്റെ മസ്അലകൾ അത് ധാരാളമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ ഒരു വിശാലമായ വിഷയം ഷഹാദത്തുമായി ബന്ധപ്പെട്ട്, വസിയ്യത്തിൻ്റെ വിഷയത്തിലുള്ള ഷഹാദത്തുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടത് നമ്മൾ അതിലേക്ക് സൂചന നൽകിയിരുന്നു ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ തുടർന്ന് പഠിക്കുവാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് നോമ്പിൻ്റെ ചരിത്രം, എന്താണ് നോമ്പിൻ്റെ വിധികൾ, വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.